ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്ന് മാത്രം ഞാൻ പറയാം, നിങ്ങളൊരു ചിക്കൻ ലവർ ആണെങ്കിൽ, ചിക്കൻ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ റെസിപ്പി ഇങ്ങനെ തന്നെ ഫോളോ ചെയ്തിട്ട് അത് ഇഷ്ടമായില്ല എന്ന് ആത്മാർത്ഥമായിട്ടും പറയുകയാണെങ്കിൽ ഇനി കുക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ഒന്നും കൂടി ചിന്തിക്കാം. ഹലോ ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. എന്തായാലും ക്രിസ്മസ് വരികയാണ്. ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറയാം. ക്രിസ്മസിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും 1 കിലോ ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് എല്ലും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലും കൂടെ ചേർക്കുമ്പോൾ ഈ വിഭവത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്താ വിഭവം എന്ന് ചോദിച്ചാൽ ചിക്കൻ തോരനാണ്. ചിക്കൻ തോരൻ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ തോരനല്ല. ഇത് വാഴയില, വാട്ടിയ വാഴയിലയിൽ പൊതിഞ്ഞ ഒരു കിടിലൻ ടേസ്റ്റുള്ള ചിക്കൻ തോരനാണ്. അപ്പോൾ ഇതിൻ്റെ ഐറ്റംസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കനുള്ള ഐറ്റംസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ചിക്കൻ്റെ കഷ്ണങ്ങളെ ഒരു കുക്കറിലേക്ക് ഇടുക കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 കപ്പ് കണക്കാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിൻ്റെ സ്റ്റോക്ക് വേണം, ചിക്കൻ സ്റ്റോക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്തായാലും കുക്കർ അടച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇതെന്തായാലും ഒരു 2 വിസിൽ വരുന്നവരുടെ വേവട്ടെ. അതേസമയം ചെറിയൊരു പണി ഉണ്ടാക്കുമ്പോൾ ചെയ്യാം. ഇത് ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു 2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം തേങ്ങയൊക്കെ ആണെങ്കിൽ ഒരു തേങ്ങ തന്നെ വേണം കേട്ടോ. കുറച്ചധികം തേങ്ങ വേണം തോരനായതുകൊണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ. ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് പിടിക്കാൻ വേണ്ടി നേരത്തെ ചെയ്ത് വെക്കുന്ന കേട്ടോ ഇത്. എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ. ഒരു 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ 2 വിസിലൊക്കെ ഒന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതേസമയം ബാക്കി ഐറ്റംസിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായിരിപ്പുണ്ട്. ഈ പാനിലേക്ക് ഞാൻ ആദ്യം ഒഴിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ കുറച്ച് അധികം വേണം, കാരണം ഈ ഉള്ളിയൊക്കെ വഴറ്റാൻ ആവശ്യമായ വെളിച്ചെണ്ണ നമ്മൾ ചേർക്കണം. ഒരു 1/4 കപ്പെങ്കിലും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണ്ടേ. കടുക് പൊട്ടുമ്പോഴേക്ക് ഒരു 5 വറ്റൽമുളക്, ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇടാൻ പോകുന്നത് കുറച്ച് തേങ്ങാക്കൊത്താട്ടോ. തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് തോരനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേട്ടോ. ഇത് ഒത്തിരി മൂക്കണ്ട, ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ സമയം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കണ്ടേ. 2 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കണ്ടേ. ഇത് രണ്ടും കൂടെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. സോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇടാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ്. ഒരു 1/4 കിലോ ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി എത്ര കൂടിയാലും നല്ലതാണ് തോരന്. നന്നായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 2 സവാള കേട്ടോ. സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഒരു 1/4 കിലോ ഉണ്ടാവും കേട്ടോ ഏകദേശം. സോ സവാള ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ നമ്മൾ നേരത്തെ ചിക്കനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ 2 തണ്ട് കറിവേപ്പില ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പില നേരത്തെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മൾ ഈ സവാളയുടെ ആ പച്ചച്ചൊവയിൽ ആ കരികരിപ്പൊക്കെ ഒന്ന് മാറി ഒന്ന് ട്രാൻസ്ലൂസൻ്റായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും സവാളയും നന്നായിട്ട് വാടി നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. ഞാൻ ആഡ് ചെയ്യാൻ പോണത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അല്ല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ സാധാ മുളക് പൊടി കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാൽ നിറം കിട്ടും, എരിവ് കുറച്ച് കുറവായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണ്ടേ. നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതിലേക്ക് ഇടുന്നത് പച്ചമുളക് ചതച്ചതാണ്. ഒരു 5 പച്ചമുളക് ചതച്ചതിന് എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. ഈ പച്ചമുളക് ആദ്യമായിട്ടല്ല നിറം അങ്ങൂട്ടോ, ഒരു പച്ചനിറം കിട്ടാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് ഇടുന്നേ. ഇനി നമ്മൾ നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ച ചിക്കൻ എടുക്കണം കേട്ടോ. ഇത് പ്രഷറൊക്കെ പോയിരിപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ചിക്കൻ്റെ പീസസ് മാത്രം എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ.
നമ്മളിപ്പം 1 കിലോ ചിക്കന് ഏകദേശം 1/2 കിലോയോളം ചെറിയുള്ളിയും സവാളയും ചേർത്തിട്ടുണ്ട്. കുറച്ച് മതി, കുറച്ച് ചേർത്താൽ മതി കേട്ടോ. എന്നാൽ ഇത്രയും വേണം, അതതിൻ്റെ ഒരു കണക്ക്. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ പീസസിന് നമ്മൾ ഈ മസാലയുമായിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാനിനെ ഒരു ലിഡ് കൊണ്ട് അടച്ച് ഒരു 2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ ഇരിക്കട്ടെ. 2 മിനിറ്റിന് ശേഷം വീണ്ടും കാണാം. ഓക്കെ, ഇപ്പോൾ ഇതൊരു 2 മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടേ. ഇളക്കിയതിന് ശേഷം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, ഇട്ട് കൊടുക്കയിലേക്ക് കേട്ടോ. നമ്മൾ തേങ്ങ മിക്സിക്ക് ഒന്നും അടിച്ചിട്ടില്ല, ജസ്റ്റ് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ വെച്ച പ്രഷർ കുക്കറിലെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു മസ്റ്റ് സാധനം കേട്ടോ. ഫുൾ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ശരിക്കും അത് ഇതിലേക്ക് പിടിക്കണം കേട്ടോ. ആ പിടിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം അങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിതിനെ ഇളക്കിയെടുക്കണം. എന്നെ കാണാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 5 മിനിറ്റോളം വെന്തിട്ടുണ്ടേ. ഇത് ഈ അവസ്ഥയിലുള്ള കണ്ടോ, തിളച്ച് വരുന്നുണ്ട്. ബട്ട് ആ സ്റ്റോക്ക് മൊത്തം അതിലേക്കൊന്ന് പിടിച്ചിട്ടുണ്ട് കണ്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കാം ഇങ്ങനെ, പക്ഷെ ഞങ്ങൾ കുറച്ച് ജ്യൂസി ആയിട്ട് എടുക്കുക. ഏതാണ്ട് ആയിട്ടുണ്ട് ഞങ്ങളുടെ കണക്കിൽ കണ്ടോ. ഒരല്പം കൂടി ഒന്ന് പറ്റട്ടെ കേട്ടോ. നല്ല ഡ്രൈ ആവുകയാണെങ്കിൽ കുറേ സമയം ഇളക്കി വെള്ളം മൊത്തം തോർത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഒരു കാര്യം, ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്, ഞാൻ പിന്നെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഈ സമയം നമ്മളിതിലേക്ക് ഇതിൻ്റെ ഫൈനൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ്. നമ്മൾ ആകെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുള്ളൂ. നമ്മൾ പെരുംജീരകമാണ് കൂടുതൽ ചേർക്കുന്നത്. ഇത് ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. നല്ല മണമാണ് ഇത് ആഡ് ചെയ്യുമ്പോൾ. പിന്നെ ഇത് കുറച്ചധികം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ യമ്മി ചിക്കൻ തോരൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞ, അല്ലെങ്കിൽ വാട്ടിയ വാഴയിലയിൽ പൊതിഞ്ഞ ചിക്കൻ തോരൻ ഉണ്ടാക്കണമെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം, പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിടിലൻ ടേസ്റ്റാണ്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞു. 2 വാഴയില ഞാൻ വാട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ തോരനെയും ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടേ. യെസ്, നല്ല ചൂടോടെ ഇരിപ്പുണ്ടേ. അപ്പോൾ ആ ചൂടോടെ തന്നെ ആ ചിക്കൻ തോരനെ നമുക്ക് ഈ വാഴയിലേക്ക് വെക്കാം. അത്യാവശ്യം ചെറിയ വാഴയിലായതുകൊണ്ട് ഇതിൻ്റെ പുറത്ത് ഒരെണ്ണം കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ടേ, പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയാണേ. അടിയിൽ നേരത്തെ ചരടിട്ട് വെച്ചിട്ടുണ്ട്, വാഴയുടെ നാര് തന്നെ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം അതിനെ. ഇല വാട്ടിയതിന് ശേഷം ചെയ്യാൻ പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനെ വാഴയിൽ നന്നായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണം നോക്കാം കേട്ടോ. ഞാനിപ്പോൾ അതേ പാൻ തന്നെ വൃത്തിയാക്കി വീണ്ടും അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിന് ആദ്യം ചെയ്യുന്ന കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതൊന്ന് ആവി കയറ്റാൻ വേണ്ടിയാണേ. നിങ്ങൾക്കിത് ഇഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റാമെങ്കിൽ അതാ കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഞാനിങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. ഇതിലിപ്പോൾ എണ്ണ ഒഴിക്കുന്ന ഇല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഇനി ഞാൻ ഈ ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ഇതിനെ അടച്ചു വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് ആവി കയറട്ടെ. അതിനുശേഷം വീണ്ടും കാണാം. അപ്പോൾ ഇതിലൊരു 5-6 മിനിറ്റോളം ആവി കയറുന്നത്, ആവി നിറഞ്ഞതിന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 5-6 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ തോരനത് ആവിയൊക്കെ കൊള്ളിച്ചിട്ട് ഭംഗിയായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ തുറക്കാൻ പോകട്ടോ. യെസ്, ക്ഷമയില്ല. യെസ്,
അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ഒന്ന് ഇളക്കി നോക്കട്ടെ കേട്ടോ. ശരിക്കും ജ്യൂസിയായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഡ്രൈ ആക്കണമെങ്കിൽ ഡ്രൈ ആക്കാം കേട്ടോ. എന്തായാലും ഇതിൽ ചെറിയൊരു കഷ്ണം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാമെന്ന് ചോദിച്ചാൽ ഇടിയപ്പത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഞങ്ങൾ എന്തായാലും ചോറിൻ്റെ കൂടെ ഒന്ന് കഴിക്കാൻ പോകുന്നത്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നിങ്ങൾ ചിക്കൻ എന്തിൻ്റെ കൂടെ കഴിക്കുമോ അതിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് ആട്ടോ അത്. ചെറിയ കഷ്ണം കഴിക്കാൻ പോകണേ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് മാത്രം ഞാൻ പറയാം. നിങ്ങളൊരു ചിക്കൻ ലവർ ആണെങ്കിൽ, ചിക്കൻ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ റെസിപ്പി ഇങ്ങനെ തന്നെ ഫോളോ ചെയ്തിട്ട് അത് ഇഷ്ടമായില്ല എന്ന് ആത്മാർത്ഥമായിട്ടും പറയുകയാണെങ്കിൽ കുക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ഒന്നും കൂടി ചിന്തിക്കാം. അത്രയ്ക്ക് അടിപൊളിയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് കൂട്ടോ. ഇഷ്ടമായാൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഹൈ പറഞ്ഞേക്കുക. കാരണം ഇത് പുള്ളിക്കാരുടെ ഒരു റിസർച്ച് പ്രോഡക്റ്റാണ് ഈ ചിക്കൻ തോരൻ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.